2025 അറബ് ഇസ്ലാമിക് സമ്മിറ്റ് സെപ്റ്റംബർ 14-15 തീയതികളിൽ ദോഹയിൽ വെച്ച്, ഖത്തറിൻ്റെ ക്യാപിറ്റലായ ദോഹയിൽ വെച്ച് നടക്കുന്നു. ഈ ഒരു അർജന്റ് മീറ്റിങ്ങിന് കാരണം ഇസ്രയേലി എയർ സ്ട്രൈക്ക്, ഹമാസ് ലീഡർഷിപ്പിന് നേരെ ഉണ്ടായ ഇസ്രയേലി എയർ സ്ട്രൈക്കാണ്. ഖത്തറിൽ വെച്ച് സെപ്റ്റംബർ 9, 2025 ദോഹയിൽ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ഫിഗേഴ്സിന് നേരെ ഇസ്രയേൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തുന്നു. ഈ ഒരു എയർ സ്ട്രൈക്കിൽ 5 ഹമാസ് മെമ്പേഴ്സും ഒരു ഖത്തറി ഓഫീസറും മരിച്ചു. ഈ മീറ്റിംഗ് നടന്നത് US ബ്രോക്കേർഡ് സീസ് ഫയർ എഫേർട്സിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു അറ്റാക്ക് കാരണം 6 പേരാണ് മരിച്ചിരിക്കുന്നത്. 5 പേർ ഹമാസിൻ്റെ ലോ റാങ്കിലുള്ള മെമ്പേഴ്സും ഒരു ഖത്തറി സെക്യൂരിറ്റി ഒഫീഷ്യലുമാണ്. റിപ്പോർട്ട്സ് പറയുന്നതനുസരിച്ച് ഈ ഒരു അറ്റാക്ക് സീനിയർ ഹമാസ് ലീഡർഷിപ്പിനെ കൊലപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. ഖത്തർ ഇതിനെ തങ്ങളുടെ പരമാധികാരത്തിൻ്റെയും ഇൻ്റർനാഷണൽ ലോയുടെയും ഒരു വയലേഷനായിട്ടാണ് കാണുന്നത്. ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ ഇതിനെ ഒരു സ്റ്റേറ്റ് ടെററിസം എന്ന രീതിയിലാണ് റെഫർ ചെയ്തത്. ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്ററായ നെതന്യാഹു ഖത്തറിനെ വാൺ ചെയ്തിരിക്കുന്നു. അതായത് നിങ്ങൾ ഹമാസ് ഒഫീഷ്യൽസിനെ നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് എക്സ്പെൽ ചെയ്യണം, അല്ലെങ്കിൽ അവരെ ന്യായവിധിക്ക് മുൻപിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ ഫർദർ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. GCC മെമ്പർ സ്റ്റേറ്റ്സ് വളരെ കൺസേൺഡ് ആണ് ഇപ്പോൾ. അതായത് എത്രത്തോളം അവർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇതിനെ ഒരു ലോങ് ടേം സെക്യൂരിറ്റി പാർട്ട്ണറായിട്ട് കാണാൻ പറ്റും. വർഷങ്ങളായിട്ടുള്ള കോപ്പറേഷനാണ്. ഡിഫൻസ് എഗ്രിമെൻറ്റ്സ് ഉണ്ട് US-ഉമായിട്ട്. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അവർ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എന്നാൽ US ഈ ഒരു ഇസ്രയേലി സ്ട്രൈക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും ചെയ്യുന്നതിൽ നിന്നും പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് വളരെയധികം കൺസേൺസ് ഗൾഫ് സെക്യൂരിറ്റിയെ സംബന്ധിച്ച് ഗൾഫ് കൺട്രീസിനുണ്ടായിരിക്കുന്നു. ഈ ഒരു സമ്മിറ്റിൽ പങ്കെടുക്കുന്നത് എല്ലാ GCC മെമ്പർ സ്റ്റേറ്റ്സും പങ്കെടുക്കും. സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നിവരും മിലിറ്ററി ഒബ്സർവേഴ്സായിട്ട് തുർക്കിയും ചൈനയും പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.